അച്ഛന്റെ ബുദ്ധി നന്നായിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 2 കളിയിൽ കുഞ്ഞിന്റെ ബാറ്റ്, അവസാനത്തെ 2 കളിയിൽ എന്റെ ബാറ്റ് എടുത്തു. ഞാൻ പോയി കമ്പിത്തിരി എത്തിക്കട്ടെ. എന്റെ ഇന്ത്യൻ ഹോക്കി ടീം പാരീസിൽ അഭിമാന വിജയം നേടിയിരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ വലിയ ആഹ്ലാദത്തിലും ആഘോഷത്തിലുമാണ് ഇപ്പോൾ PR ശ്രീജേഷിന്റെ എറണാകുളത്തെ വീട്ടിൽ ബന്ധുക്കളുള്ളത്. നമ്മളോടൊപ്പം കുടുംബം ചേരുന്നുണ്ട്. ശ്രീജേഷിന്റെ ഭാര്യ അനീഷയാണ്. ഇപ്പോൾ എന്താണ് ഈ ഘട്ടത്തിൽ തോന്നുന്നത്? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. ഒരു റിട്ടയർമെന്റ് മാച്ചിൽ അത് ഒളിമ്പിക് മെഡലോട് കൂടിയാവാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. ഒരുപാട് അഭിമാനിക്കുന്ന ശ്രീജേഷിനോർത്ത് ടീം ഇന്ത്യയും. നിങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണെന്ന് നേരത്തെ പറഞ്ഞു. ശ്രീജേഷിന്റെ ഓരോ ഘട്ടവും ഓരോ വിജയങ്ങളും നേരിട്ട് കണ്ട് വന്നിട്ടുള്ള ഒരാളാണ്. എങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടം, ആ ഒരു പിന്തുണയൊക്കെ? എന്താ പറയാ, ഫ്രണ്ട്സായിട്ട് പിന്തുണ ചെയ്തു. ഇപ്പോൾ ആസ് എ ഫാമിലി. ഇപ്പോൾ ശ്രീജേഷിന്റെ കുടുംബം ആകെ ഉണ്ട്, കുടുംബ അംഗങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. അമ്മ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അമ്മയോട് ചോദിക്കാം. അമ്മ നേരത്തെ പറഞ്ഞിരുന്നു ശ്രീജേഷിനോട് ചെറുപ്പത്തിൽ ഹോക്കിയിലേക്ക് ഇറങ്ങിയപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിരുന്നു, ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നൊക്കെ. ഇപ്പോൾ എന്ത് തോന്നുന്നു? ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഇത്രയും സന്തോഷമുള്ള ആരോ ഉള്ള, ഇനി എന്നെപ്പോലെ സന്തോഷം ആർക്കും ഉണ്ടാവില്ല. അത്രയും സന്തോഷമാണ് എനിക്ക്. ഭയങ്കര സന്തോഷമായി. നമുക്കൊരു മെഡൽ കിട്ടി. കഴിഞ്ഞ സെമിയിൽ തോറ്റു പോയപ്പോൾ ഭയങ്കര ഒരു വിഷമമായിരുന്നു. പക്ഷേ ഇതും ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായി പോയി. ഞാൻ അതിവിടെ നിന്ന് അടിച്ച് പുറത്ത് പോയിരുന്നു. ഞാൻ പ്രാർത്ഥനയിലായിരുന്നു. ജയിച്ചു കഴിഞ്ഞപ്പോഴൊക്കെ വന്നത്. രാജ്യത്തിനാകെ അഭിമാനമായിരിക്കുകയാണ്. ഒരു ചരിത്ര നേട്ടമാണ് നേടിയിരിക്കുന്നത്. നേരത്തെ ഇപ്പോൾ കളി തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ കണ്ടപ്പോൾ വലിയൊരു മുഖമൊക്കെ ആകെ ഒരു വാടിയിരിക്കുകയായിരുന്നു, ഒരു ആശങ്കയിലൊക്കെ ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു കളി കണ്ടിരിക്കുന്ന നേരം, മത്സരം കണ്ടിരുന്ന നേരത്തെ? അതെനിക്ക് പറയാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ. ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. എൻ്റെ മനസ്സ് ഇവിടെ എങ്ങും അല്ലായിരുന്നു. എനിക്ക് ഇവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കാനും പറ്റണില്ല, എനിക്ക് ഇരിക്കാനും പറ്റണില്ല. ഞാനിവിടെ എവിടെ പോയി ഇന്ന് പ്രാർത്ഥിക്കുന്നു ഓർത്ത് ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ ആ കളി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു റൗണ്ട് കളി കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തിറങ്ങി പ്രാർത്ഥനയിലാണ്. പ്രദേശമാകെ വലിയ ആഘോഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ ശ്രീജേഷിന്റെ ഈ ചരിത്ര നേട്ടം ഇത് രാജ്യത്തിനാകെ ഒരു ചരിത്ര നേട്ടമാണ്. ശ്രീജേഷ് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്ന ശ്രീജേഷ് വീഡിയോ കോൾ ചെയ്യുന്നതാണ് കുടുംബത്തെ. മത്സരത്തിന് ശേഷം, മത്സര വിജയത്തിന് ശേഷം ആദ്യമായി ശ്രീജേഷിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ശ്രീജേഷ് കുടുംബത്തിനെ, അമ്മയെ വീഡിയോ കോൾ ചെയ്യുന്നു. ഭയങ്കര വിഷമമായി പോയി അമ്മച്ചിക്ക്. മൊത്തം ഒരു സെക്കൻഡ് പോലും കളഞ്ഞില്ല. അതാണ് ചേട്ടായി അവിടെ ഇരുന്ന് കണ്ടട മോനെ. ചേട്ടായി അവിടെ ഇരുന്ന് അച്ഛനെ നോക്കട്ടെ. അച്ഛനെ ചേട്ടായി എല്ലാരും ഇവിടെ ഉണ്ട്. ഇല്ലാത്തവർ ആരും ഇല്ല. പുറത്ത് മുന്തിരിയൊക്കെ കത്തിച്ചോണ്ടിരിക്കോ പിള്ളേരോ? ശ്രീകുട്ടി, അച്ഛന്റെ ബുദ്ധി നന്നായിട്ടുണ്ടായിരുന്നു. അച്ഛൻ അച്ഛൻ നല്ല അച്ഛാ. ആദ്യത്തെ 2 കളിയിൽ കുഞ്ഞിന്റെ ബാറ്റ്, അവസാനത്തെ 2 കളിയിൽ എന്റെ ബാറ്റ് എടുത്തു. ഞാൻ പോയി കമ്പിത്തിരി എത്തിക്കട്ടെ. എന്റെ കമ്പിത്തിരിയാണ് മൊത്തം. ബൈ ബൈ. ഓക്കെ ശരി. ബൈ ബൈ. ശരി. വലിയ ആഘോഷത്തിലാണ് ഈ പ്രദേശമാകെയുള്ളത്, നാട്ടുകാരുള്ളത്, ശ്രീജേഷിൻ്റെ കുടുംബമുള്ളത്. വലിയ സന്തോഷം, രാജ്യത്തിനാകെ അഭിമാനം, നേട്ടം. അത് ഈ പ്രധാനമായും ശ്രീജേഷിൻ്റെ നാടിന്, എറണാകുളത്തെ വീടിൻ്റെ പരിസരത്തൊക്കെ നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ കമ്പിത്തിരിയും പൂത്തിരിയും ഒക്കെ കത്തിച്ച് നാട്ടുകാരെല്ലാവരും വലിയ ആഘോഷത്തിലാണ്. ഈ പ്രദേശമാകെ വലിയ ആഘോഷത്തിലേക്ക് കടന്നിട്ടുണ്ട്. ചേട്ടാ, ഇപ്പോൾ എന്താണ് ഈ ഒരു സമയത്ത് തോന്നുന്നത്? സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരനല്ല, ഞങ്ങൾ ചേട്ടൻ്റെ മകളാണ്, കസിൻ ബ്രദറാണ്. വളരെ സന്തോഷം. എന്നും അവൻ്റെ കൂടെ ഞാൻ ഉണ്ടായിട്ടുണ്ട്, ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ട്. ഇനി നാളെ രാജ്യത്തിനാകെ അഭിമാനമായിട്ടുള്ള ഒരു നേട്ടമാണ്. ഒരു മെഡലോട് കൂടി വിരമിക്കുകയാണ്. രാജ്യത്തിന് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ ഒരു ഹോക്കിനെ കുറിച്ച് ഇപ്പം എല്ലാവർക്കും ഒരു മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ ഇവനിൽ കൂടിയാണ് ഹോക്കി എന്താണെന്ന് മനസ്സിലാവുന്നത്. പറയുന്നത് ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല, എന്നാലും മനസ്സുകൊണ്ട് ഞാൻ പറയാണ് ഇവന് ഭയങ്കര സന്തോഷം.
തീർച്ചയായും എന്തായാലും ഈ പ്രദേശം ആകെ വലിയ സന്തോഷത്തിലാണ്. ഇവിടെ സന്തോഷത്തിന്റെ പൂത്തിരികൾ കാണാം. PR ശ്രീജേഷിന്റെ മക്കൾ ഉൾപ്പെടെ വലിയ നിലയിലൂടെ ആഹ്ലാദത്തിൽ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും ഈ വലിയ ആഘോഷ തിമിർപ്പിൽ ഈ സന്തോഷത്തിന്റെ പൂത്തിരികൾക്കിടയിലേക്കാണ് ഇനി ശ്രീജേഷ് മടങ്ങിയെത്താൻ വേണ്ടി പോകുന്നത്. രാജ്യത്തിനാകെ അഭിമാനമായ ഒരു നേട്ടം കൈവരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഉൾപ്പെടെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ശ്രീജേഷിനെ ആശംസ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അല്പസമയം മുമ്പ് ശ്രീജേഷ് കുടുംബത്തെ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. എന്തായാലും അഭിമാന നേട്ടത്തിന്റെ ഈ നടുവിലേക്ക് എത്തുന്ന ശ്രീജേഷിനെ വരവേൽക്കാൻ ഈ നാട് തയ്യാറാണ്, കുടുംബം തയ്യാറാണ്. വീഡിയോ ജേർണലിസ്റ്റ് രജീഷിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.